Hello friends, welcome to SAT, Centers Tuition Center Madathambadi and Puthanvelikara. Please subscribe to our YouTube channel for new updated videos and also visit centerstuition.blogspot.in. നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരള SSLC മാത്സിലെ ഫസ്റ്റ് ചാപ്റ്റർ അരിത്തമാറ്റിക് സീക്വൻസസ്, അതായത് സമാന്തര ശ്രേണികൾ. ഈ ചാപ്റ്ററിലെ പാർട്ട് 7 ആണ്. പാർട്ട് 6 വരെ കാണാത്തവർ അത് കണ്ടതിന് ശേഷം പാർട്ട് 7 കാണുക. പിന്നെ നമ്മൾ പഠിക്കാൻ പോകുന്ന ആൾജിബ്ര ഓഫ് സീക്വൻസസ് എന്ന് പറഞ്ഞ ടോപ്പിക്കിലെ ടെക്സ്റ്റ് ബുക്കിലെ 3 ക്വസ്റ്റ്യൻസ് ആണ് പ്രധാനപ്പെട്ട. ഇപ്പോൾ ടെക്സ്റ്റ് ബുക്ക് എക്സസൈസ് 1.2 ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ക്വസ്റ്റ്യൻ: write the algebraic expression for each of the sequences below. Sequences of odd numbers, sequences of natural numbers which leaves remainder 1 on division by 3, the sequences of natural numbers ending in 1, the sequence of natural numbers ending in 1 or 6. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഈ ക്വസ്റ്റ്യൻ്റെ അർത്ഥം. ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് റൈറ്റ് ദി ആൾജിബ്രിക് എക്സ്പ്രഷൻ ഫോർ ഈച്ച് ഓഫ് ദ സീക്വൻസസ് ബിലോ. ചുവടെ പറയുന്ന സംഖ്യാശ്രേണികൾ ഓരോന്നിൻ്റെയും ബീജഗണിത രൂപം എഴുതുക. ഈ ആൾജിബ്രിക് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ബീജഗണിത രൂപം. നിങ്ങൾക്ക് എന്താണെന്ന് അറിയില്ലെങ്കിൽ ഇതിന് മുന്നത്തെ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുക. ഓക്കെ, അത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സീക്വൻസസ് ഓഫ് ഓഡ് നമ്പേഴ്സ്. ഓഡ് നമ്പേഴ്സ് പറഞ്ഞാൽ ഒറ്റ സംഖ്യകൾ. ഓക്കെ, അടുത്തത് സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ലീവ്സ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 3. അതായത് 3 കൊണ്ട് നമ്മൾ ഹരിക്കുമ്പോൾ ശിഷ്ടം 1 കിട്ടുന്ന സംഖ്യകളുടെ ശ്രേണി. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എൻഡിങ് ഇൻ 1. അതായത് 1-ൽ അവസാനിക്കുന്ന എല്ലാ എണ്ണൽ സംഖ്യകളും. ഓക്കെ, അടുത്തത് ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എൻഡിങ് ഇൻ 1 ഓർ 6. 1-ലോ അല്ലെങ്കിൽ 6-ലോ അവസാനിക്കുന്ന എണ്ണൽ സംഖ്യകളുടെ ശ്രേണി. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഫസ്റ്റ് വൺ, സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ്, അതിൻ്റെ ശ്രേണി എടുത്തെഴുതാം, സീക്വൻസ് എടുത്തെഴുതാം. ഓക്കെ, എന്നിട്ട് അതിൻ്റെ ആൾജിബ്ര എക്സ്പ്രഷൻ എങ്ങനെയാണ് വന്നതെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ്. ഓഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം, ഒറ്റ സംഖ്യകൾ. 1, അത് കഴിഞ്ഞതാണ് 3, അത് കഴിഞ്ഞതാണ് 5, എക്സെട്ര. ഇങ്ങനെ പോകും അല്ലേ. ഇറ്റ് ഈസ് സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ് ലൈക്ക് ദിസ് 1, 3, 5, 7. അപ്പോൾ ഇവിടെ എന്ത് പ്രത്യേകതയാണ് ഇതും നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ശ്രേണിയും തമ്മിൽ ഉള്ള ബന്ധം എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അതായത് 1, അത് കഴിഞ്ഞാൽ 2, അത് കഴിഞ്ഞാൽ 3, അത് കഴിഞ്ഞാൽ 4. ഇതാണ് എണ്ണൽ സംഖ്യകൾ. ഓക്കെ, ഇത് തന്നെയാണ് ഇതിൻ്റെ സ്ഥാനബലവും. അതായത് ഈ 1 എന്ന് പറഞ്ഞത് x1 എന്ന് പറയും നമ്മൾ, അതായത് ഫസ്റ്റ് ടേം. ഇതെന്ന് പറഞ്ഞാൽ x2, അതായത് രണ്ടാമത്തെ പദം, രണ്ടാമത്തെ ആള്. ഇതെന്ന് പറഞ്ഞാൽ x3, മൂന്നാമത്തെ ആള്. ഇതെന്ന് പറഞ്ഞാൽ x4, നാലാമത്തെ ആള്. അങ്ങനെ പോയി ഇവിടെ n, ഏതോ ഒരു സംഖ്യ നമ്മൾ പറയുന്നതാണ് xn, nth ടേം. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒന്നാമത്തത് 1, 2, 3 ഉണ്ട്. അത് എണ്ണൽ സംഖ്യകളുടെ ഒരു ശ്രേണി താഴെ നമുക്ക് കാണാൻ സാധിക്കും. ശരിയല്ലേ? അപ്പോൾ എപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കിട്ടിയാലും ഇതും എണ്ണൽ സംഖ്യയും തമ്മിൽ എന്താണ് ബന്ധമെന്ന് നോക്കണം. പക്ഷേ നമ്മൾ അരിത്തമാറ്റിക് സീക്വൻസ് പഠിച്ചു കഴിയുമ്പോൾ അരിത്തമാറ്റിക് ഫോർമുല ഉപയോഗിച്ച് ചെയ്യാനുള്ള കണക്കുകളാണ് നമുക്ക് ചോദിക്കുക. എങ്കിലും അരിത്തമാറ്റിക് സീക്വൻസ് തുടങ്ങുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഈ ശ്രേണികൾ പരിചയപ്പെടുത്താനാണ് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിനകത്ത് x1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ x1 ഒന്നാമത്തെ സ്ഥാനം എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു എണ്ണൽ സംഖ്യ -1. ക്ലിയർ? അതായത് ഈ ഒരു ടേം കിട്ടുന്നത് എന്ന് പറയുന്നത് 2 ഇൻറ്റു എണ്ണൽ സംഖ്യ, ഫസ്റ്റ് എണ്ണൽ സംഖ്യ 1. ഇതും സെയിം ആയിട്ട് വരും, കണ്ടോ? ക്ലിയർ? അപ്പോൾ ഇവിടെ ഒന്നാമത്തെ സ്ഥാനം, അപ്പോൾ 1 ഇൻറ്റു 2, അപ്പോൾ 2 കിട്ടി. അതിൽ നിന്ന് 1 കുറച്ചാൽ എന്ത് കിട്ടും? 1 കിട്ടും. ഓക്കെ, അടുത്ത ആൾ നമുക്ക് നോക്കാം, x2. അതും അങ്ങനെ തന്നെയാണ്, കണ്ടോ? അതായത് 2, കണ്ടോ? അപ്പോൾ 2 ഇൻറ്റു 2 ചെയ്യുക, 1 കുറയ്ക്കുക, 3 കിട്ടും. അടുത്തതോ അങ്ങനെ തന്നെ. അപ്പോൾ നമ്മളിവിടെ കോമൺ ആയിട്ട് കാണുന്നത്, ഇവിടെ കണ്ടോ 1, ഇവിടെ 1. ക്ലിയർ? ഇവിടെ 2, രണ്ടാമത്തെ ടേം 2, മൂന്നാമത്തെ ടേം 3. കണ്ടോ? ഫിക്സ്ഡ് ആയിട്ട് നിൽക്കുന്നത് ആരാണ്? 2ഉം -1, 2ഉം -1. അങ്ങനെയാണെങ്കിൽ xn എത്രാമത്തെയോ പദം സീക്വൽ ടു എന്തായിരിക്കും വരാ? 2 മാറ്റമില്ല, അപ്പോൾ 2. ഓക്കെ, 2-ന് ഒരു മാറ്റമില്ല, അപ്പോൾ 2 ഇൻറ്റു
ത്രീയോ, 3 എന്നുള്ളത് ഇവിടെ എക്സ് എൻ, ഇവിടെ 3 വന്നപ്പോൾ ഇവിടെ 3 വന്നു, ഇവിടെ 2 വന്നപ്പോൾ ഇവിടെ 2 വന്നു, ഇവിടെ 1 വന്നു, ഇവിടെ 1. അതുപോലെ ഇവിടെ n വരുമ്പോൾ ഇവിടെ എന്താണ് 2 × n. -1 വ്യത്യാസമില്ല, എല്ലായിടത്തും ഒരുപോലെയാണ്. -1 ദാറ്റ് ഈസ് 2n - 1. ഇതാണ് ഇതിൻ്റെ ജനറൽ ഫോർമുല. എന്താണ് സാർ ഇതിൻ്റെ അർത്ഥം? നിങ്ങൾ n-ന് 1 കൊടുത്താൽ 2 × 1 - 1 കണ്ട ഫസ്റ്റ് ടൈം കിട്ടും. ഇനി 2 കൊടുത്താൽ രണ്ടാമത്തെ പദം കിട്ടും, 2 × 2 - 1, അതായത് 4 - 1 3. ഇനി നിങ്ങൾ 10 കൊടുത്താലോ, x 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നിങ്ങൾ എഴുതി പോകുമ്പോൾ 10ാമത്തെ ആൾ, അതായത് 2 × 10 - 2 ദാറ്റ് ഈസ് 20 - 2. എത്ര കിട്ടും? 2 × 10 20 -2 അല്ല സോറി -1 20 - 1 ദാറ്റ് ഈസ് 90. അഗെയിൻ ഒരു ഒറ്റ സംഖ്യ കിട്ടിയാണ്ടോ? ക്ലിയർ? ഓക്കെ. സോ xn = 2n - 1 ആണ് ആൻസർ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്നതാണ് ഉത്തരം 135. ഓക്കെ. ഈ 135 എങ്ങനെ വന്നു? അതും എണ്ണൽ സംഖ്യയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ട്. എണ്ണൽ സംഖ്യേനെ 2 കൊണ്ട് ഗുണിച്ച് അതിൽ നിന്ന് 1 കുറച്ചതാണ് ഓരോ സംഖ്യകളും. മനസ്സിലായോ? 2 × 2 - 1, 2 × 3 - 1 കണ്ടോ? അപ്പോൾ അതിൻ്റെ പൊസിഷനും ആ ഒരു സ്ഥാനവും തമ്മിൽ, അതായത് രണ്ടാമത്തെ പദമാണെങ്കിൽ ആ 2 എന്ന് പറഞ്ഞ സംഖ്യ നമ്മളിതിനകത്ത് കൊടുക്കണം ജനറലായിട്ട്. 2 ഇവിടെ കൊടുത്തിട്ടുണ്ട്. മൂന്നാമത്തെ പദം എന്ന് പറഞ്ഞാൽ ഇവിടെ 3, ഒന്നാമത്തെ പദം എന്ന് പറഞ്ഞാൽ ഇവിടെ 1. മനസ്സിലായോ? അങ്ങനെ റിലേഷൻഷിപ്പ് ഉണ്ട് ഇവർ തമ്മിൽ, നമ്മൾ കണ്ടെത്തി. ഇനി ഇതൊരു സമാന്തര ശ്രേണിയാണ്, അതായത് ഒരു അരിത്തമാറ്റിക് സീക്വൻസ് ആണ്. അത് നമ്മൾ പഠിക്കാൻ പോകുന്നുള്ളൂ അടുത്ത പാർട്ടിൽ. എങ്കിലും വളരെ എളുപ്പമാണത് മനസ്സിലാക്കാൻ. അതായത് 1-നോട് നമ്മൾ 2 കൂട്ടുമ്പോഴാണ് 3 കിട്ടുന്നത്, 3-നോട് 2 കൂട്ടുമ്പോഴോ 5, 5-നോട് 2 കൂട്ടുമ്പോഴോ 7. അങ്ങനെ ഒരേ സംഖ്യ തന്നെ കൂടി പോകുന്ന ശ്രേണിയാണ് അരിത്തമാറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി. അപ്പോൾ ഇത് സമാന്തര ശ്രേണിയാണെങ്കിൽ ഇത്രയും കഷ്ടപ്പെടാതെ നമുക്ക് എന്ത് ചെയ്യാം? പെട്ടെന്ന് ആൻസർ കിട്ടാം, ഇത്രയും കഷ്ടപ്പെടാതെ. അതിനൊരു ഫോർമുല ഉണ്ട്. ഫോർമുല ഇതാണ്: xn = dn plus f minus d. ഓക്കെ. അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു സംശയം വരും, സാർ എന്താണ് ഈ ഡി? ഡി എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം ഏത് സംഖ്യയാണ് കൂടി പോകുന്നത്, അതാണ് ഡി. ഇപ്പോൾ ഇവിടെ ഡി എന്ന് പറഞ്ഞാൽ 2 ആണ്, അപ്പോൾ 2n. ഓക്കെ. പ്ലസ് എഫ്. എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യത്തെ സ്ഥാനത്തുള്ള സംഖ്യ, അത് 1, ഫസ്റ്റ് ടൈം 1, മൈനസ് ഡി. ഡി നേരത്തെ പറഞ്ഞ എത്ര സംഖ്യ വെച്ചാൽ കൂടി പോകണം? 2 വെച്ച്. 2 1 - 2 ദാറ്റ് ഈസ് 2n - 1. 1 - 2 എന്ന് പറഞ്ഞാൽ -1. അപ്പോൾ ഈ ഫോർമുല ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യാം, പക്ഷേ അത് നിങ്ങൾ പഠിച്ചു വരുന്നുള്ളൂ. ഓക്കെ. ഇതാണ് നമ്മുടെ ഫോർമുല: xn = dn plus f minus d. അപ്പോൾ ഡി കാണാൻ എന്ത് ചെയ്യും? ഈ സെക്കൻഡ് ടൈമിൽ നിന്ന് ഫസ്റ്റ് ടൈം കുറച്ചാൽ മതി, രണ്ടാമത്തെ പദത്തിൽ നിന്ന് ആദ്യത്തെ പദം കുറച്ചാൽ മതി. ക്ലിയർ? അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ലീവ്സ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 3. നമ്മൾ 3 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 കിട്ടണം. ഇത് വെരി സിമ്പിളാണ്. 3 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 കിട്ടണമെങ്കിൽ 3ന്റെ ഗുണിതം എന്ന് ആലോചിക്കുക. 3നെ 3 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 1. ശിഷ്ടം ഒന്നും കിട്ടില്ല, ശിഷ്ടം 0 ആണ് അല്ലേ? 3 / 3 = 1. 1 × 3 3, റിമൈൻഡർ 0. അങ്ങനെ ആവരുത്. ഇവിടെ 1 കിട്ടണം. ശിഷ്ടം എന്ത് കിട്ടണം? 1 കിട്ടണം. ശിഷ്ടം ഇവിടെ 1 വന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു 1 കിട്ടിയാൽ പോരെ അല്ലേ? അപ്പോൾ എന്ത് കിട്ടി? ഈ സംഖ്യ 4. അപ്പോൾ 4നെ നിങ്ങൾ 3 കൊണ്ട് ഹരിച്ചാൽ 1 3 3 എന്ത് കിട്ടും? ശിഷ്ടം 1 കിട്ടും. ക്ലിയർ? ഓക്കെ. അപ്പോൾ എനിക്ക് 4 കിട്ടി. ക്ലിയർ? ഇനി എളുപ്പമാണ്. ഇനി നിങ്ങൾ എന്തുകൊണ്ടാണ് ഹരിക്കുന്നത് അങ്ങോട്ട് കൂട്ടി എഴുതിയാൽ മതി. 4 + 3 ഉത്തരം 7. കണ്ടോ? 7 + 3 ഉത്തരം 10. ക്ലിയർ? അപ്പോൾ ഇവിടെ ഈ +3 വെച്ച് കൂടി പോകണം. അപ്പോൾ ഇതിൽ നിന്നൊരു 3 കുറച്ച് കഴിഞ്ഞാൽ അതിന് മുന്നത്തെ സംഖ്യ കിട്ടും. 4 - 3 ദാറ്റ് ഈസ് 1. അപ്പോൾ 1 4 7 10 ഇതൊക്കെയാണ് നിങ്ങൾ 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1 കിട്ടുന്ന സംഖ്യകൾ, അതിൻ്റെ ശ്രേണി. ഓക്കെ. അപ്പോൾ ആ ശ്രേണി ഞാൻ എഴുതി. ഇനി ഇതും എണ്ണൽ സംഖ്യയുമായിട്ട് എന്ത് ബന്ധമാണുള്ളത് നോക്കാം. x1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 × 1 -2 ആണ്. അടുത്തത് x2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 × this 2 3 × 2 6 -2 ആണ്, 4. കണ്ടോ? അടുത്ത 7 കിട്ടുന്നത് 3 × 3 -2 ആണ്, അതാണ് 7. അപ്പോൾ ഇവിടെ ഫിക്സ്ഡ് ആയിട്ട് നിൽക്കുന്നത് 3ഉം -2ഉം. ചേഞ്ച് വരുന്നത് ഈ റെഡിൽ കൊടുത്തിരിക്കുന്നവർക്കാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ xn എന്ന് പറഞ്ഞാൽ 3 × n -2 സോറി ഇവിടെ -2 സോറി ഇവിടെ തെറ്റ് പറ്റിയിട്ടുണ്ട്. -2 ആണ് ആൻസർ. ഓക്കെ. -2. ക്ലിയർ?
ഇതുപോലെ നമുക്ക് ഇത് അരിത്തമാറ്റിക് പ്രോഗ്രഷൻ വെച്ച് ഉപയോഗിച്ചും ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കാം, എത്ര വെച്ചാൽ കൂടി പോണത് 3. ഓക്കെ, അപ്പോൾ ഡിയുടെ പ്ലേസിൽ നമ്മൾ 3 കൊടുക്കുക. ക്ലിയർ? ഓക്കെ, എഫ് എന്ന് പറഞ്ഞ ഇവിടെ ഫസ്റ്റ് ടേം അത് 1. ഓക്കെ, ഡി എന്ന് പറഞ്ഞ 3. ഇപ്പോൾ 1 - 3 എന്ത് കിട്ടും നമുക്ക്? -2. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എൻഡിങ് ഇൻ 1. ഒന്നിൽ അവസാനിക്കുന്ന എണ്ണൽ സംഖ്യകൾ. 1 അവസാനിക്കുന്ന എണ്ണൽ സംഖ്യകൾ 1, 11, 21, 31, 41 അങ്ങനെ പോകും. ഇവിടെ എത്ര വെച്ച് കൂടി പോകണമെന്ന് നോക്കിയാൽ +10 +10. അപ്പോൾ നേരത്തെ പറഞ്ഞ ഫോർമുല ഉപയോഗിച്ചാണെങ്കിൽ xn = എന്ത് വരും? dn + f - d. ആ ഫോർമുലയോട്ട് അപ്ലൈ ചെയ്ത് നോക്കിയാൽ xn nth ടേം, അതായത് ബീജഗണിത വാചകം ആൾജിബ്രിക് എക്സ്പ്രഷൻ d. വാട്ട് ഈസ് d? 10 വെച്ച് കൂടി പോകണം. 10n. ഡിയുടെ പ്ലേസിൽ 10 എഴുതാം. പ്ലസ് വാട്ട് ഈസ് എഫ്? ഫസ്റ്റ് ടേം എന്താണ്? 1 മൈനസ് ഡി എത്രയാണ് കോമൺ ഡിഫറൻസ്? 10. ക്ലിയർ? സോ ദിസ് ഈസ് ഈക്വൽ ടു 10n. 1 - 10 എത്രയാണ്? -9. 9. ക്ലിയർ? അത്രയേ ഉള്ളൂ. അല്ലാതെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം എന്താണ് x1. ഒന്നാമത്തെ പദം എന്ന് പറഞ്ഞാൽ 10 × 1 -9. രണ്ടാമത്തെ പദം എന്ന് പറഞ്ഞാൽ 10 × 2 -9. മൂന്നാമത്തെ പദം എന്ന് പറഞ്ഞാൽ 10 × 3 -9. അപ്പോൾ ഇവിടെ 10 -9 ഫിക്സ്ഡ് ആണ്. ഇവിടെ 1, 2, 3 ആണ് മാറുന്നത്. അപ്പോൾ xn ഏതൊരു പദം കാണാനും 10n - 9. ഇപ്പോൾ 10ാമത്തെ പദമാണെങ്കിൽ ഇവിടെ 10 എന്ന് കൊടുക്കുക. 7ാമത്തെ പദമാണെങ്കിൽ n എന്ത് കൊടുക്കുക? 7 എന്ന് കൊടുക്കുക. ക്ലിയർ? പറഞ്ഞ പോലെ ആൾജിബ്രിക് എക്സ്പ്രഷൻ നമ്മുടെ ഫോർമുല ഉപയോഗിച്ച് നമുക്കിങ്ങനെ കണ്ടെത്താനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ. ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എൻഡിങ് ഇൻ 1 or 6. അതായത് 1ലും 6ലും അവസാനിക്കുന്ന എണ്ണൽ സംഖ്യകൾ. 1 ഇത്, 6ൽ അവസാനിക്കുന്നത് ഇത്, പിന്നെയും 1ൽ അവസാനിക്കുന്നത് 11, പിന്നെ 6ൽ അവസാനിക്കുന്നതാണ് 16. ഇവിടെ എന്തെങ്കിലും വെച്ച് കൂടി പോകുന്നുണ്ടോ? കൂടി പോകുന്നുണ്ട്. ഇവിടെ 5 വെച്ച് കൂടി പോകുന്നുണ്ട്. അപ്പോൾ ഇതും ഒരു സമാന്തര ശ്രേണിയാണ്. നമുക്കിതിൻ്റെ ബീജഗണിത വാചകം കണ്ടുപിടിക്കാനായിട്ട് ഈ ഫോർമുല അപ്ലൈ ചെയ്യാൻ പറ്റും. dn + f - d. ഓക്കെ, അപ്പോൾ ഈ ഫോർമുല പ്രകാരം ഡി എത്ര വെച്ചാൽ കൂടി പോകുന്നത്? 5. 5n പ്ലസ് ഫസ്റ്റ് ടൈം ആദ്യത്തെ ആൾ 1 മൈനസ് d 5. സോ ഇസ് ഈക്വൽ ടു 5n. 1 ൽ 5 പറഞ്ഞു കഴിഞ്ഞാൽ -4. ഇതാണ് ആൻസർ. ക്ലിയർ? ഓക്കെ, അപ്പോൾ നമ്മുടെ ശ്രേണി ഇതാണ്. ഇതിനകത്ത് ഫസ്റ്റ് ടൈം 5 × 1 -4, സെക്കൻഡ് ടൈം 5 × 2 -4. അപ്പോൾ ഈ സെക്കൻഡ് ടേം കണ്ടോ? രണ്ടാമത്തെ പദം ഇവിടെ 2 3 ഉണ്ടോ? ഒന്നാമത്തെ പദം ഇവിടെ 1 3 ഉണ്ടോ? അങ്ങനെ വരണം, അങ്ങനെ റിലേറ്റ് ചെയ്യണം. ഓക്കെ, x3 എന്ന് പറഞ്ഞാൽ 5 × 3 -4. അപ്പോൾ അങ്ങനെയാണെങ്കിൽ xn എന്ന് പറഞ്ഞാലോ 5 × n -4. ഫോർമുല ഉപയോഗിച്ച് നമ്മൾ നേരത്തെ തുടക്കത്തിൽ ചെയ്തതാണ് ഈ കാണുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫോർ ദ സീക്വൻസ് ഓഫ് റെഗുലർ പോളിഗൺസ് സ്റ്റാർട്ടിംഗ് വിത്ത് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, write the algebraic expression for the sequences of the sum of interior angle, the sum of exterior angle, the measure of an interior angle, and the measure of an exterior angle. എന്ന് വെച്ച് കഴിഞ്ഞാൽ സമഭുജ ത്രികോണം, സമചതുരം, സമപഞ്ചഭുജം എന്നിങ്ങനെ തുടരുന്ന ജാമിതീയ രൂപങ്ങളുടെ അകക്കോണുകളുടെ തുക, പുറം കോണുകളുടെ തുക, ഒരു അകക്കോണിന്റെ അളവ്, ഒരു പുറം കോണിന്റെ അളവ് എന്നീ ശ്രേണികളുടെ ബീജഗണിത രൂപം എഴുതുക. ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ആണ്. എന്താ പറഞ്ഞത്? റെഗുലർ പോളിഗൺ എന്ന് പറഞ്ഞാൽ എല്ലാ വശവും സെയിം ആയിട്ടുള്ള ഒരു പോളിഗൺ സ്റ്റാർട്ടിംഗ് വിത്ത് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ സമഭുജ ത്രികോണം, അതായത് എല്ലാ വശവും തുല്യമായ ഒരു ത്രികോണം. ഓക്കെ, ഇതിന്റെ 3 വശവും എന്താണ്? തുല്യമാണ്. റൈറ്റ് ദ ആൾജിബ്രിക് എക്സ്പ്രഷൻ ഫോർ ദ സീക്വൻസ് ഓഫ് ദ സം ഓഫ് ഇന്റീരിയർ ആംഗിൾ. അപ്പോൾ അടുത്തത് ഏതായിരിക്കും? അടുത്തത് സമചതുരം. അതിൻ്റെ അടുത്തത് 5 വശങ്ങളുള്ളത് പഞ്ചഭുജം. ക്ലിയർ? അതിൻ്റെ അടുത്തത് 6 വശങ്ങളുള്ളത് ഷഡ്ഭുജം. ഇതിൻ്റെ ഒക്കെ സം ഓഫ് ഇന്റീരിയർ ആംഗിൾ, എല്ലാ കോണുകളുടെയും തുക, അകക്കോണുകളുടെ ഈ കോൺ പ്ലസ് ഈ കോൺ പ്ലസ് ഇത്. ഇവിടെയാണെങ്കിൽ 4 എണ്ണം വരും. 1 2 3 4. ഇവിടെയാണെങ്കിൽ 5 കോൺ. 1 2 3 4 5. ഇവിടെയാണെങ്കിൽ 6. ഇത് നമ്മൾ നേരത്തെ ചെയ്ത കണക്കാണ്. ഓക്കെ, ഇതിന് മുന്നത്തെ എക്സസൈസ് നമ്മൾ ചെയ്ത. ദ സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾ. എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറഞ്ഞാൽ പുറമേയുള്ള കോൺ. അതായത് ഇങ്ങനെ നീട്ടി വരച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാവും. പുറമേയുള്ള ഇത് നീട്ടി വരച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ആംഗിൾ ഉണ്ടോ? ഇതിലിങ്ങനെ നീട്ടി വരച്ച് കഴിഞ്ഞാൽ ഇപ്പുറത്തൊരു ആംഗിൾ. അപ്പോൾ 3 പുറമേയുള്ള കോണുകൾ, അതിൻ്റെ തുക. അതുപോലെ ഒരു ഇന്റീരിയർ ആംഗിൾ, മെഷർ ഓഫ് ആൻ ഇന്റീരിയർ ആംഗിൾ, ഒരു അകക്കോൺ. അതുപോലെ എന്താണ്?
ആൻഡ് ദ മെഷേഴ്സ് ഓഫ് ആൻ എക്സ്റ്റീരിയർ ആംഗിൾ, ഒരു പുറത്തുള്ള കോൺ. ഇതിന് നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഈ അകക്കോണുകളുടെ തുക കാണാനായിട്ട് ഒരു സമവാക്യം പഠിച്ചിട്ടുണ്ട് നിങ്ങൾ, അല്ലേ? എന്തായിരുന്നു അത്, ഓർമ്മയുണ്ടോ? അതായത് സം ഓഫ് ഇന്റീരിയർ ആംഗിൾ എസ് ഇസ് ഈക്വൽ ടു 180 ഇൻറ്റു n, 180 ഇൻറ്റു n എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നിട്ട് അതിൽ നിന്ന് ഒരു 2 കുറയ്ക്കണം. 180 ഇൻറ്റു n മൈനസ് 2, 180 ഇൻറ്റു n മൈനസ് 2, സോറി, ഇങ്ങനെയാണ്. അപ്പോൾ 180 അവിടേക്കട്ടെ. n എന്ന് പറഞ്ഞാൽ എന്താണ് സാർ? വശങ്ങളുടെ എണ്ണമാണ്. ഫോർ എക്സാമ്പിൾ ഈ ത്രികോണത്തിൻ്റെയാണ് ഉള്ളിലെ കോണുകളുടെ തുക ആണെങ്കിൽ ഇവിടെ n-ന് 3 എന്ന് കൊടുക്കണം. 3 വശങ്ങളുള്ളൂ, 3 മൈനസ് 2. അപ്പോൾ 180 ഇൻറ്റു 3 മൈനസ് 2 എന്ന് പറഞ്ഞാൽ 1, അതായത് 150. അതായത് ഈ ഒരു ത്രികോണത്തിന് എല്ലാ കോണുകളുടെ തുക 150 നിങ്ങൾ പഠിച്ചിട്ടില്ലേ? അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും കിട്ടുന്നത്. എന്നാൽ ഒരു ചതുരം വരുമ്പോഴോ, ഒരു സമചതുരം വരുമ്പോൾ ഇവിടെ n-ന് 4 എന്ന് കൊടുക്കണം. 4. അപ്പോൾ 4 മൈനസ് 2 എന്നുള്ളത് ഇവിടെ 2 ആവും. അപ്പോൾ 150 2 360 ആണ് ഇതിൻ്റെ അകക്കോണുകളുടെ തുക. അടുത്ത് വരുമ്പോൾ n-ന് 5 എന്ന് കൊടുക്കുക. അപ്പോൾ 5 മൈനസ് 2 3 വരും. അപ്പോൾ 150 ഇൻറ്റു 3, ഇവിടെ 150 ഇൻറ്റു 4, അങ്ങനെ അകക്കോണുകളുടെ തുക എക്സ്റ്റീരിയർ ആംഗിൾ, അതായത് പുറം കോണുകളുടെ തുക. പുറം കോണുകളുടെ ആരായാലും എത്ര പേരായാലും തുക എപ്പോഴും 360 ആയിരിക്കും. അത് ഒരു ഫിക്സഡ് ആണ്, നിങ്ങൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. അതൊക്കെ വെച്ച് നമുക്ക് ചെയ്യാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആ പിക്ചേഴ്സ് ഒന്ന് വരയ്ക്കാം. ഇതൊക്കെയാണ്, ഇങ്ങനെ റെഗുലർ ആണ്, എല്ലാ വശവും തുല്യമാണ്, ഇങ്ങനെ പോകുന്ന അതിൻ്റെ ഫസ്റ്റ് സം ഓഫ് ഇന്റീരിയർ ആംഗിൾ 150, 360, 540, 700, 150 വെച്ച് കൂടിപ്പോവും. മറ്റു തരത്തിൽ നമുക്കിതെങ്ങനെ ചോദിച്ചാൽ, ഒരു ത്രികോണത്തിന് 150 ആണെന്ന് നമുക്കറിയാം, അല്ലേ? ഒരു ചതുരത്തിന് നമുക്ക് 2 ത്രികോണമാക്കാം. 1 2, അപ്പോൾ 150 ഇൻറ്റു 2 360. ഇതിനെ നമുക്ക് 1 2 3 3 ത്രികോണമാക്കാം. ഓക്കെ, ഇതിനെ നമുക്ക് 1 2 3 4 ത്രികോണമാക്കാം. അപ്പോൾ 4 ഇൻറ്റു 150. പിന്നെ പറഞ്ഞാൽ ഒരെണ്ണം ഒരു ത്രികോണമുള്ളൂ. 1 ഇൻറ്റു 150, ഇത് 2 ഇൻറ്റു 150, ഇത് 3 ഇൻറ്റു 150, ഇത് 4 ഇൻറ്റു 150. അപ്പോൾ 150 മാറ്റില്ല, 1 2 3 4 ആണ് മാറ്റം. അപ്പോൾ 150n ആണ് ഇതിൻ്റെ ആൾജിബ്രിക് എക്സ്പ്രഷൻ. വെരി സിമ്പിൾ അല്ലേ? ക്ലിയർ? 150ൻ്റെ 1 മടങ്ങ്, 2 മടങ്ങ്, 3 മടങ്ങ്, 4 മടങ്ങ്. അപ്പോൾ 5 മടങ്ങ് എന്ന് പറഞ്ഞാൽ x5, അഞ്ചാമത്തെ പദം എന്ന് പറഞ്ഞാൽ 150 ഇൻറ്റു 5 ആയിരിക്കും. ഓക്കെ, 150 ഇൻറ്റു 1 150, 150 2 360, 150n. ക്ലിയർ? ഇതിൻ്റെ ജനറൽ ഫോർമുല നമ്മുടെ നേരത്തെ പറഞ്ഞ ഫോർമുല ഉപയോഗിക്കുകയാണെങ്കിൽ അതിനകത്ത് ഡിഫറൻസ് 150 ആണ്. ഈ ശ്രേണികൾ തമ്മിലുള്ള ഡിഫറൻസ് 150 ആണ്. അപ്പോൾ 150n പ്ലസ് ഫസ്റ്റ് ടൈം 150 ആണ്, ഡിഫറൻസ് 150 ആണ്. 150 മൈനസ് 150 0, ദാറ്റ് ഈസ് 150n. ഓക്കെ, അടുത്തത് സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾ, അത് എപ്പോഴും 360 ആണ്. അപ്പോൾ എല്ലാവരുടെയും 360 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഏത് പദം കൊടുത്താലും 360. അപ്പോൾ x n = 360. ഇവിടെ നമ്മൾ കോമൺ ഡിഫറൻസ് നമുക്ക് 0 ആണ്. 360 മൈനസ് 360 0. ഓക്കെ, ഒരു വ്യത്യാസമില്ല ഇവർ തമ്മിൽ. അപ്പോൾ 0n പ്ലസ് 360 മൈനസ് 0, ദാറ്റ് ഈസ് 360. ഓക്കെ, അടുത്ത ചോദ്യം, ദ മെഷർ ഓഫ് ആൻ ഇന്റീരിയർ ആംഗിൾ. ഒരു കോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ തുകയെ വശം കൊണ്ട് ഹരിക്കണം. ഫോർ എക്സാമ്പിൾ, ഇവിടുത്തെ ഒരു കോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 150 ആണ് അതിൻ്റെ തുക. എത്ര വശമുണ്ട്? 3 വശമുണ്ട്. 3 കൊണ്ട് ഹരിച്ചു. അപ്പോൾ എനിക്ക് ഇത് കിട്ടി 60. ഓക്കെ, അതുപോലെ ഇവിടുത്തെ തുക ഡിവൈഡ് ബൈ 4, ഇവിടുത്തെ തുക ഡിവൈഡ് ബൈ 5, ഇവിടുത്തെ തുക ഡിവൈഡ് ബൈ 6, സമ്മ് ഡിവൈഡ് ബൈ വശം, സൈഡ്. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? സമ്മ് ഡിവൈഡ് ബൈ സൈഡ്, നമ്പർ ഓഫ് സൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇന്റീരിയർ ആംഗിൾ ഒരെണ്ണം എത്രയുണ്ടെന്ന് കിട്ടും. അതെല്ലാം തുല്യമായിരിക്കും. അപ്പോൾ 150, 360, 540, 700, ഇതാണ് സമ്മ്. അതിനെ നമ്മൾ 150 ഇൻറ്റു 1 150, 150 2 360, 150. ഇതാണ് സമ്മിൻ്റെ ബീജഗണിത വാചകം. ഇനി 180നെ നമ്മൾ 3 കൊണ്ട് ഹരിക്കണം. എന്തുകൊണ്ടാണ് നമ്മൾ 3 കൊണ്ട് ഹരിക്കണേ? 3 കൊണ്ട് ഹരിക്കാൻ കാരണം ത്രികോണം, 3 വശങ്ങൾ. 360നെ നമ്മൾ 4 കൊണ്ട്, 540നെ നമ്മൾ 5 കൊണ്ട്, 720നെ നമ്മൾ 6 കൊണ്ട്. അപ്പോൾ ഇവിടെ കണ്ടോ, ഇത് 3, ഇത് 4, ഇത് 5, 6. മുകളിലത്തെ ഈ ശ്രേണിയൊക്കെ കിട്ടുന്നത് ഏത് സമവാക്യം അനുസരിച്ചാണ്? 180n. ക്ലിയർ? താഴത്തെ 3 എങ്ങനെ കിട്ടി? 3 1നോട് 2 കൂട്ടിയിട്ട് 1 + 2.
4 എങ്ങനെ കിട്ടി? 2 പ്ലസ് 2. 5 എങ്ങനെ കിട്ടി? 3 പ്ലസ് 2. 6 എങ്ങനെ കിട്ടി? 4 പ്ലസ് 2. 3 എങ്ങനെ കിട്ടി? 1 പ്ലസ് 2. അപ്പോൾ നോക്കിയേ, ഇവിടെ 2 രണ്ടാമത്തെ ടേമായ 2 മാറുന്നില്ല. മാറുന്നത് എന്താണ്? 1 2 3 4 ആദ്യത്തെ ടേമുകളാണ്. അതായത് സ്ഥാനവിലകൾ മാറുന്നു, 2 എന്ന് പറഞ്ഞ സംഖ്യ മാറുന്നില്ല. അപ്പോൾ നമുക്ക് ഇതിനെ ഈ മാറുന്ന സ്ഥലത്ത് നമുക്ക് n കൊടുത്താൽ n പ്ലസ് 2 കണ്ടോ, 180n ഡിവൈഡഡ് ബൈ n പ്ലസ് 2. ഓക്കെ, അപ്പോൾ നോക്കൂ, 60 90 108 120 ഇതൊക്കെയാണ് നിങ്ങൾ ഹരിക്കുമ്പോൾ കിട്ടുന്നത്. 150 ഡിവൈഡഡ് ബൈ 3, 360 ഡിവൈഡ് ബൈ 4, 540 ഡിവൈഡ് ബൈ 5, 720 ഡിവൈഡ് ബൈ 6 ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. ഇതിൻ്റെ ബീജഗണിത വാചകം എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മുകളിൽ ഉള്ള ആദ്യത്തെ നമ്മൾ മുകളിൽ എഴുതുന്ന ഹരിക്കുന്നതിന് മുന്നേ എഴുതുന്നുണ്ടല്ലോ, x1 150 150 ഡിവൈഡ് ബൈ 3. ഈ 3 എങ്ങനെ കിട്ടിയെന്ന് നോക്കണം. അപ്പോൾ ആദ്യം നമ്മൾ ഈ മുകളിൽ എഴുതുന്നതിൻ്റെ ബീജഗണിത വാചകം എഴുതിയിട്ട് താഴെ എഴുതുന്നതിൻ്റെ ബീജഗണിത വാചകം അതിൻ്റെ താഴെ നമ്മൾ ഹരിക്കണം. നോക്കൂ, 3 എങ്ങനെ കിട്ടി? 2 പ്ലസ് 1. x2 അടുത്ത ടേം എടുക്കുക, 360. ഇവിടെ 90 കിട്ടണമെന്നുണ്ടെങ്കിൽ 360 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇപ്പോൾ 4 എങ്ങനെ കിട്ടി? അഗെയിൻ 2 പ്ലസ് 2. അപ്പോൾ ഇവിടെ 2 എന്നുള്ളത് മാറ്റില്ല. അപ്പോൾ xn 150n താഴെ 2 പ്ലസ് n. ഒന്ന് ഭംഗിയിൽ എഴുതിയാൽ xn = 150n ഡിവൈഡ് ബൈ n പ്ലസ് 2. ഓക്കെ, മനസ്സിലായോ പറഞ്ഞത്? അതായത് ഈ ശ്രേണി മുകളിലും ഈ ശ്രേണി താഴെയും വരണം. ഇത് ഉത്തരമായിട്ട് വരണം. അപ്പോൾ താഴെ എന്ത് വരണം? മുകളിലത്തെ ശ്രേണി 150n, അതുമായി ബന്ധപ്പെടുത്തി താഴെ 150 ആണെങ്കിൽ 3 വരണം. അപ്പോൾ 1 പ്ലസ് 2. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഇത് താഴെ വന്നാൽ ഇത് ഉത്തരമാണ് വേണ്ടത്. ഓക്കെ, ഒന്നുകൂടി പറയാം. ഈ മുകളിലത്തെ ശ്രേണി എന്ന് പറയുന്നതിൻ്റെ ബീജഗണിത വാചകം മുകളിലും താഴെ അതിന് ഓരോന്നിനെയും 3ഉം 4ഉം വെച്ച് ഹരിക്കുമ്പോഴാണ് ഇത് കിട്ടുന്നത്. ആ സംഖ്യകൾ വരുന്നത് എങ്ങനെയാണെന്നുള്ളത് താഴെയും നമ്മൾ കൊടുക്കണം. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ 3 4 5 ഇങ്ങനെ പോകുന്ന ഈ ശ്രേണിയുടെ മോഡൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഒന്നാമത്തെ സ്ഥാനം, ഇത് രണ്ടാമത്തെ സ്ഥാനം, ഇത് മൂന്നാമത്തെ സ്ഥാനം, അങ്ങനെയാണ്. അപ്പോൾ ഒന്നാമത്തെ സ്ഥാനവുമായി ബന്ധപ്പെടുത്തി 3 കിട്ടണമെങ്കിൽ അതിനോട് 2 കൂട്ടണം, 2നോട് 2 കൂട്ടണം, 3നോട് 2 കൂട്ടണം. അപ്പോൾ ഏത് സ്ഥാനത്തിനോട് 2 കൂട്ടിയാൽ അതിന് താഴെ നമ്മൾ എഴുതേണ്ട സംഖ്യ കിട്ടുമെന്ന്. ഓക്കെ. അടുത്ത ചോദ്യം, ദ മെഷേഴ്സ് ഓഫ് ആൻ എക്സ്റ്റീരിയർ ആംഗിൾ. എക്സ്റ്റീരിയർ ആംഗിൾ എല്ലാം 360 ആണ് നമ്മൾ പറഞ്ഞു. നേരത്തെ ചെയ്തതുപോലെ 360നെ നമ്മൾ അതിൻ്റെ ശ്രേണി എഴുതിയാൽ xn = 360. ഫസ്റ്റ് ടൈം 360. 360നെ നമ്മൾ 3 കൊണ്ട് ഹരിച്ചാൽ 120. 360നോട് 4 വശം കൊണ്ട് ഹരിച്ചാൽ 90. 360നെ 5 വശം കൊണ്ട് ഹരിച്ചാൽ 72. 360നെ 6 വശം കൊണ്ട് ഹരിച്ചാൽ 60. മനസ്സിലായോ? അപ്പോൾ ഇത് 360 3 വശമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം 120. ഒരു എക്സ്റ്റീരിയർ ആംഗിൾ. ഇത് 360 തന്നെ. അപ്പോൾ അതിനെ നമ്മൾ 4 കൊണ്ട് ഹരിച്ചാൽ 90. ഇത് 360. ഇതിനെ നമ്മൾ 5 കൊണ്ട് ഹരിച്ചാൽ 72. ഇത് 360. ഇതിനെ നമ്മൾ 6 കൊണ്ട് ഹരിച്ചാൽ 60. ഓക്കെ, അപ്പോൾ x1 360 ഡിവൈഡ് ബൈ 3, 360 ഡിവൈഡ് ബൈ 2 പ്ലസ് 1. x2 360 ഡിവൈഡ് ബൈ 4, 360 ഡിവൈഡ് ബൈ എന്താണ് 2 പ്ലസ് 2. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയാൽ xn = 360, ജനറൽ ആയിട്ട് പറഞ്ഞാൽ 2 പ്ലസ് n. ഓക്കെ, അപ്പോൾ xn = 360 ഡിവൈഡ് ബൈ n പ്ലസ് 2. ക്ലിയർ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ലുക്ക് അറ്റ് ദിസ് പിക്ചേഴ്സ്. ഇവിടെ ഒരു ത്രികോണമുണ്ട്. ആ ത്രികോണം 3 എണ്ണം ഉണ്ട്. രണ്ടാമത്തെ ത്രികോണത്തിൽ നിന്ന് നമ്മൾ സെൻറ്റർ തമ്മിൽ ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് ഒരു കഷ്ണം മുറിച്ച് കളഞ്ഞു. ഓക്കെ, അതാണ് ഈ കാണുന്നത്. ഇനി മൂന്നാം ത്രികോണത്തിൽ നമ്മൾ ഈ ഓരോ ചെറിയ ത്രികോണത്തിൻ്റെ സെൻറ്ററിൽ നിന്ന് ഓരോ കഷ്ണം ഇങ്ങനെ മുറിച്ച് കളഞ്ഞു. ഓക്കെ, യെസ്. The second picture is obtained by removing the small triangle formed by joining the midpoints of the first triangle. ഇപ്പോൾ രണ്ടാമത്തെ ത്രികോണം കിട്ടിയിരിക്കുന്ന പറഞ്ഞാൽ ഒന്നാമത്തെ ത്രികോണത്തിൻ്റെ നടുവിലത്തെ പോയിന്റുകൾ, അതായത് ഈ പോയിന്റ് ഇത് നമ്മളിങ്ങനെ എന്താണ് ജോയിൻ ചെയ്തിട്ടാണ്. മനസ്സിലായോ? ക്ലിയർ? And the third picture is got by removing such a middle triangle from each of the other triangles of the second picture. അതുപോലെ രണ്ടാമത്തെ പിക്ചറിൻ്റെ എന്താണ് അതിൻ്റെ സെൻറ്ററുകൾ തമ്മിലിങ്ങനെ ജോയിൻ ചെയ്ത് അത് മുറിച്ച് കളഞ്ഞതാണ് ഇവിടെ. അതാ, അതുപോലെ ഇതിൻ്റെ സെൻറ്ററുകൾ. ക്ലിയർ? ഇതാണ് പിക്ചർ. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹൗ മെനി റെഡ് ട്രയാങ്കിൾസ് ഇൻ ഈച്ച് പിക്ചേഴ്സ്? ഓരോ പിക്ചറിലും എത്ര ചുമന്ന ത്രികോണമുണ്ട്? വെറുതെ എണ്ണി എഴുതിയാൽ മതി. ഇവിടെ 1, ഇവിടെ 1 2 3, ഇവിടെ നിങ്ങൾ എണ്ണി നോക്കൂ കേട്ടോ, 1 3 9. ഓക്കെ, ഇങ്ങോട്ട് 4 എണ്ണം,
ഇങ്ങോട്ട് 3 എണ്ണം, പിന്നെ 2 എണ്ണം. അടുത്ത ചോദ്യം, ടേക്കിംഗ് ദ ഏരിയ ഓഫ് ദ ഫസ്റ്റ് ട്രയാങ്കിൾ ആസ് 1. ഒന്നാമത്തെ ത്രികോണത്തിന്റെ ഏരിയ നമ്മൾ 1 എന്ന് എടുത്തു കഴിഞ്ഞാൽ കമ്പ്യൂട്ട് ദ ഏരിയ ഓഫ് സ്മോൾ ട്രയാങ്കിൾസ് ഇൻ ഈച്ച് പിക്ചേഴ്സ്. അതായത് ഇത് ഒരു കേക്കാണ് നിങ്ങൾ വിചാരിക്കുക. അപ്പോൾ 1. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ കമ്പ്യൂട്ട് ദ ഏരിയ ഓഫ് ദ സ്മോൾ ട്രയാങ്കിൾസ് ഇൻ ഈച്ച് പിക്ചേഴ്സ്. ഓക്കെ, ഓരോ ചെറിയ ത്രികോണത്തിന്റെ പരപ്പളവ് കണക്കാക്കുക. അപ്പോൾ ഇവിടെ ഇത് കട്ട് ചെയ്ത് പോയി. ഇവിടെ 3 ത്രികോണമാണ് നമുക്ക് ഉള്ളത്. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ എത്ര കഷ്ണമാക്കി? ഇപ്പം നമ്മളിതിനെ 1 2 3 4 4 കഷ്ണങ്ങളാക്കി അല്ലേ? ടേക്കിംഗ് ദ ഏരിയ ഓഫ് ദ ഫസ്റ്റ് ട്രയാങ്കിൾ ആസ് 1. ഒന്നാമത്തെ ട്രയാങ്കിൾ എന്തെടുക്കണം? 1. കമ്പ്യൂട്ട് ദ ഏരിയ ഓഫ് സ്മോൾ ട്രയാങ്കിൾ ഇൻ ഈച്ച് പിക്ചേഴ്സ്. ഏരിയ കണ്ടുപിടിക്കണം സ്മോൾ ട്രയാങ്കിളിൻ്റെ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇവിടെ എത്ര ത്രികോണമുണ്ട്? 4 ത്രികോണം. ആദ്യം എത്ര ഉണ്ടായുള്ളൂ? ഒരെണ്ണം. അപ്പോൾ ഒരു കേക്കിന് 4 കഷ്ണമാക്കിയതുപോലെയായി. എത്ര കഷ്ണമാക്കി? 4 കഷ്ണം. അപ്പോൾ അതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു കേക്കിന് 4 1/4. മനസ്സിലായോ? 4 കഷ്ണങ്ങളാക്കി. ഓക്കെ, അപ്പോൾ ഓരോ ത്രികോണം എത്ര വെച്ചുണ്ടാവും? 4-1. അടുത്തതോ, നിങ്ങൾ ഇതിനെ ഒന്നായിട്ട് കരുതണം. എത്ര കഷ്ണങ്ങളാക്കി എന്നറിയണേ ഇത് മൊത്തം എത്ര ഉണ്ടെന്ന് എണ്ണി നോക്കണം. ചുമപ്പ് 9 എണ്ണം ഉണ്ട്. റെഡ് അല്ലാത്തത് 1 2 3 4. റെഡ് അല്ലാത്ത എത്ര ത്രികോണമുണ്ട്? 4 ത്രികോണമുണ്ട്. ഓക്കെ, പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ ഒരു ത്രികോണം, നടുവിൽ ത്രികോണം വലുതാണ്. നടുവിൽ ത്രികോണം വലുതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം തുല്യമാക്കണം. അതിനുവേണ്ടി ഇങ്ങനെ ഒന്ന് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ഇനി ഒന്ന് എണ്ണി നോക്കിയേ. ഇനി എണ്ണി നോക്കിക്കഴിഞ്ഞാൽ 1 2 3 4 5 6 7. 7 ത്രികോണം നിറമില്ലാത്തത്. ഓക്കെ, നിറമുള്ളത് 9 നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. 9 7 16. അപ്പോൾ ആദ്യം 1, ഒരു കേക്ക് ഉണ്ടെന്ന് വിചാരിക്കും 1, പിന്നെ 4 കഷ്ണമാക്കി. അപ്പോൾ 1/4. ഓരോ ട്രയാങ്കിളും 1/4. ഇവിടെയോ 16 കഷ്ണങ്ങളാക്കി. അപ്പോൾ 1/16. സാറേ, അപ്പോൾ എന്താണ് നടുവിലത്തെ എങ്ങനെ കഷ്ണങ്ങളാക്കിയത്? കാരണം നടുവിലത്തെ കൂടി കഷ്ണങ്ങളാക്കിയാലാണ് ഒരെണ്ണത്തിന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. മനസ്സിലായോ? ഓക്കെ, അതത്രേ ഉള്ളൂ. 1/1 1/4 1/16. Okay, and the third question, what is the total area of the all the triangles in each pictures? Total area ആണ്. അവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ചുവന്ന ത്രികോണത്ത് ടോട്ടൽ ഏരിയ ഓഫ് ദി ഓൾ ദി റെഡ് ട്രയാങ്കിൾ എന്ന് ക്വസ്റ്റ്യനിലുണ്ട് കേട്ടോ. ചുമന്ന ത്രികോണങ്ങളുടെ മാത്രം ഏരിയ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പിക്ചറിൽ ഒരൊറ്റ ചുമന്ന ത്രികോണമുള്ളൂ. അപ്പോൾ 1. സെക്കൻഡിൽ എത്ര? 3 എണ്ണം ഉണ്ട്. എത്ര ഉണ്ട്? 3 എണ്ണം. എത്ര എണ്ണത്തിൽ? 4 എണ്ണത്തിൽ. ക്ലിയർ? ഇവിടെയോ? ഇവിടെ 9 എണ്ണം ഉണ്ട്. എത്ര എണ്ണത്തിൽ? 16 എണ്ണത്തിൽ. 16 ആണല്ലോ സാർ, ഞാൻ പറഞ്ഞില്ലേ ഇതിനെ നിങ്ങൾ എന്താണ് ഈക്വൽ ആക്കണം. അപ്പോൾ 16 ആവും. ഓക്കെ, ഇതാണ് അതിൻ്റെ ശ്രേണി എന്ന് പറയുന്നത്. ഓക്കെ, വെരി ഗുഡ്, വെരി ഈസിയാണ്. അടുത്ത, റൈറ്റ് ദ ആൾജിബ്ര എക്സ്പ്രഷൻ ഫോർ ദീസ് 3 സീക്വൻസസ് ഒബ്റ്റൈൻഡ് ബൈ കണ്ടിന്യൂയിങ് ദിസ് പ്രോസസ്. അതായത് ഇങ്ങനെ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കണ്ടെത്തിയ എല്ലാ ശ്രേണികളുടെയും എന്താണ് ബീജഗണിതവാചകം എഴുതണം. ഫസ്റ്റ് നമ്മൾ കണ്ടെത്തിയത് 139. വെരി സിമ്പിളാണ്. 3n-1 ആണ് എൻ്റെ ബീജഗണിതവാചകം. അതായത് ഫസ്റ്റിയുടെ ഒന്നാമത്തെ ടേം. അപ്പോൾ 3 1 - 1 എന്നിന് 1 വില കൊടുക്കുക. ദാറ്റ് ഈസ് 3 ഏതൊരു സംഖ്യയുടെയും മീതെ 0 എഴുതിയാൽ ഉത്തരം 1 ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടേം കിട്ടി. ഇനി 3 എന്നിന് 2 എന്ന് കൊടുക്കുക. 2 - 1 ദാറ്റ് ഈസ് 3 എന്ന് പറഞ്ഞാൽ ഉത്തരം 3. 3 എന്ന് പറഞ്ഞാൽ 3 ഒരു തവണ. അപ്പോൾ രണ്ടാമത്തെ ടേം കിട്ടി. മൂന്നാമത്തെ ടേം കാണാൻ എന്നിന് 3 എന്ന് കൊടുക്കണം. 3 × 3 - 1 ദാറ്റ് ഈസ് 3². ഉത്തരം 9. ഓക്കെ, ക്ലിയർ? ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? നെക്സ്റ്റ് സീക്വൻസ് 1/1 1/4 1/16 ആയിരുന്നു നെക്സ്റ്റ്. ഓക്കെ, അപ്പോൾ ഇതാവുമ്പോൾ നേരത്തെ നമ്മളിവിടെ 3 കൊടുത്ത സ്ഥിതിക്ക് ഇത് 1/4 കൊടുക്കുക. 1/4 whole raised to n-1. ഓക്കെ, ഇവിടെ എന്നിന് 1 എന്ന് കൊടുത്താൽ 1 - 1 0 വരും. അപ്പോൾ അഗെയിൻ നമുക്ക് 1 കിട്ടും. നോക്കാം. 1/4 എന്നിന് എന്ത് കൊടുക്കണം? 1.
1 minus 1. That is, ഇതിൻ്റെ ഉത്തരം എന്താണ്? 0. ഏതൊരു സംഖ്യയുടെ മീതെ 0 വന്നാൽ ഉത്തരം എന്താണ്? 1. അതുകൊണ്ട് ഫസ്റ്റ് ടൈം ശരിയായി 1. സെക്കൻഡ് ടൈം 1/4 കിട്ടണ്ടേ? നോക്കൂ, സെക്കൻഡ് ടൈം എന്ന് പറഞ്ഞാൽ 1/4 ഈ ഫോർമുലയിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഹോൾ റേസ് ടു n minus 1. സെക്കൻഡ് ടേം 2, ഇനി 2 നമ്മൾ എടുക്കുക, 2 minus 1. ദാറ്റ് ഈസ് 1/4 ഹോൾ റേസ് ടു 1. 1/4 തന്നെ. അപ്പോൾ സെക്കൻഡ് ടൈം കിട്ടി. തേർഡ് ടേം എങ്ങനെയാണ്? 1/4 ഹോൾ റേസ് ടു 3 minus 1. ദാറ്റ് ഈസ് 1/4 ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ 1ന്റെ സ്ക്വയർ 1 ഡിവൈഡ് ബൈ 4ന്റെ സ്ക്വയർ 16. 1/16 കിട്ടും. ക്ലിയർ ആണോ? അപ്പോൾ അതാണ് അതിൻ്റെ ആൾജിബ്രിക് എക്സ്പ്രഷൻ. ദെൻ അടുത്ത സീക്വൻസ് എന്താ? 1/1, 3/4 ആൻഡ് 9/16. ഇതെങ്ങനെയാണ് നമ്മൾ കാണുന്നത്? ഇത് ഇതുപോലെ തന്നെയാണ്, പക്ഷെ വരേണ്ടത് 3/4. അപ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചോ, സെക്കൻഡ് ടേം ആണ് നിങ്ങളിവിടെ വന്നിരിക്കുന്നത്, അതിൻ്റെ മീതെ n minus 1. നിങ്ങളിതുപോലെ ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നിന് 1 എന്ന് കൊടുത്താൽ 1 minus 1 0 കിട്ടും. 3/4 ഹോൾ റേസ് ടു 0 എന്ന് പറഞ്ഞാൽ എന്താണ്? 1. എന്നിന് 2 എന്ന് കൊടുത്താൽ അത് തന്നെ കിട്ടും. ഓക്കെ, 1 കിട്ടും. അപ്പോൾ 3/4 ഹോൾ റേസ് ടു 1 എന്ന് പറഞ്ഞാൽ 3/4 തന്നെ. എന്നിന് 2 എന്ന് കൊടുത്താലോ, 3 എന്ന് കൊടുത്താൽ 3 minus 1, അതായത് മൂന്നാമത്തെ പദം കാണാനാണെങ്കിൽ എന്നിന് 3 എന്ന് കൊടുക്കുക. അപ്പോൾ 3 minus 1 2 കിട്ടും, അതായത് 3/4 ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പോൾ 3യുടെ സ്ക്വയർ എത്രയാണ്? 9. 4ന്റെ സ്ക്വയർ എത്രയാണ്? 16. തേർഡ് ടേം കിട്ടും. അങ്ങനെ ഈ 3 സീക്വൻസിൻ്റെയും ബീജഗണിതവാചകം നമ്മൾ കണ്ടെത്തി. ഇപ്പോൾ നമുക്ക് ആൽജിബ്രിക് ഫോം എന്താണെന്ന് മനസ്സിലായി. പക്ഷേ അരിത്തമാറ്റിക് സീക്വൻസോ അല്ലെങ്കിൽ സമാന്തര ശ്രേണി എന്താണെന്നോ അതിൻ്റെ ഫോർമുലയോ അത് വെച്ചുള്ള കണക്കുകളോ നമുക്ക് മനസ്സിലായിട്ടില്ല. SSLC എക്സാമിന് ഏകദേശം 11 മാർക്ക് അതിൽ കൂടുതൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ചോദ്യങ്ങളും ഭാഗമാണിത്. പിന്നീടുള്ള വീഡിയോസ് നിങ്ങൾ നിർബന്ധമായി കാണണം. ഇപ്പോൾ ഈ വീഡിയോ വരെ കണ്ട എല്ലാ കുട്ടികൾക്കും അതിൻ്റെ ബേസിക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇടയിലൊക്കെ വെച്ചാണ് കണ്ടേക്കണമെങ്കിൽ തീർച്ചയായിട്ടും പാർട്ട് 1 മുതൽ ഈ പാർട്ട് 7 വരെ കണ്ടിന്യൂസ് ആയിട്ട് ഓരോ പാർട്ടും കണ്ടതിന് ശേഷം കാണുക. തുടർന്നും നിങ്ങൾ കാണുക. പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലീസ് വിസിറ്റ് പാർട്ട് 8 അരിത്തമെറ്റിക് സീക്വൻസസ്. താങ്ക് യു വൺസ് അഗൈൻ.